ഹായ് ഫ്രണ്ട്സ്, വളരെ ഹെൽത്തിയായിട്ട് എണ്ണയിലൊന്നും പൊരിക്കാതെ എങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കാം. 4 ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതിനകത്ത് കുരുവൊക്കെ കളഞ്ഞ് ചെറിയ അരികളുണ്ടല്ലോ അതൊന്ന് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഒരുപാട് പഴുത്ത ഏത്തപ്പഴം ഈ ഉന്നക്കായയ്ക്ക് ഉണ്ടാക്കി റെഡിയാകത്തില്ല. പിന്നെ നമ്മളെല്ലാം അരിപ്പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. ഇത് ഞാനൊന്നും ചേർക്കാതെ തന്നെയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഈ അകത്തെ അരിയെല്ലാം നീക്കിയ ഏത്തപ്പഴം നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് അതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് പഴുത്ത പഴമാണെങ്കിൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോവും. മിക്സിയിൽ അരഞ്ഞാൽ ശരിയാകത്തില്ല, എണ്ണ പിടിക്കുകയൊക്കെ ചെയ്യും. അത് കാരണം ഇതുപോലെ മീഡിയം പഴുപ്പായതേ എടുക്കാവൂ. വേണ്ട, നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കത് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിതിന് ഫില്ലിങ്ങിനുള്ള സാധനങ്ങൾ എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാ തിരുമിയതും പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ചെറി എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് ആ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നെയ്യ് ഒഴിക്കാം. ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ്. നെയ്യുടെ അളവൊക്കെ അവരവർക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിലേക്ക് ആ തേങ്ങയുടെ ആ വെള്ളമയം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ ആ റെഡിയാക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം, നട്ട്സും എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് നമ്മളിവിടെ ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിൽ അല്പം ഏലക്കാപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസോ അങ്ങനെ ചേർക്കാൻ ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനത് 11 ബോളിനുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ആ ഏത്തപ്പഴം അരച്ച് വെച്ചിരുന്നത്. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇതുപോലെ പരത്തിയതിന് ശേഷം ഫില്ലിങ് വെച്ച് ഒരു നീളത്തിൽ ആ ഉന്നക്കായുടെ ഷേപ്പിൽ തന്നെ ഇത് എല്ലാം ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം. ഏത്തപ്പഴം കൊണ്ടുള്ള നിരവധി വെറൈറ്റികൾ ഞാൻ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബനാന എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഞാൻ മുക്കി പൊരിക്കാതെ ബട്ടറിനകത്ത് സോട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ബട്ടർ ചൂടായതിലേക്ക് 4 എണ്ണം വീതമാണ് ഞാൻ ഇതിലിട്ട് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഇഫ്താർ സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതിന്. അത് എണ്ണ മുക്കി പൊരിച്ചിട്ടില്ല, പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇനി കോരിയെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും. ഇത് കണ്ടോ, കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.